ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ല. മറ്റു പലരെയും പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല എൻ്റെ വരുമാന മാർഗം. ഹായ് ഒരുവൻ, നമ്മുടെ രാഹുലിന് ഒരു മാസം എത്ര രൂപ കിട്ടും? രാഹുലിൻ്റെ ബിസിനസ് എന്തൊക്കെയാണ്? രാഹുലിന് കാറുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. രാഹുൽ തന്നെ പറയുന്നുണ്ട്. രാഹുൽ പറയുന്ന കാര്യം ഞാൻ സൈഡിൽ വെച്ച് തരാം. ആദ്യം ഒരു കാര്യം പറയുകയാണ്, ഇത് കേസിന് മുമ്പായിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, ഇന്നോ ഇന്നലെയോ ഷൂട്ട് ചെയ്തതല്ല, കേസ് വരുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാൻ ഇന്ന് കൊണ്ടുവരാൻ കാരണം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ഒരു കമൻറ്റ് ഇട്ടു, രാഹുലിൻ്റെ MLA സ്ഥാനം തെറിച്ചാൽ രാഹുൽ എങ്ങനെ ജീവിക്കും, രാഹുലിന് എന്തെങ്കിലും പണിയുണ്ടോന്ന്. അതിന് വേണ്ടിയിട്ടാണ്. അതായത് രാഹുലിന് ബിസിനസ് ഉണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പറയും. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ രാഹുലിന് പാലക്കാടിൽ 100% സീറ്റ് കിട്ടും. ഓക്കെ, അതായത് ആരും കരുതണ്ട MLA സ്ഥാനം തെറുക്കും, മറ്റേതാവും മറിച്ചതാവുന്നു. അതായത് സീറ്റ് കിട്ടും. എൻ്റെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല, അടുത്ത വീഡിയോയിൽ പറയാം. അതായത് ഒന്നും കൂടി വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട്. രാഹുലിന് ഉറപ്പായിട്ടും സീറ്റ് കിട്ടും. അതെങ്ങനെയെന്ന് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് രാഹുലിൻ്റെ ബിസിനസ്. ഒന്നൊന്നായിട്ട് കുറേ അധികം രാഹുൽ പറയുന്നുണ്ട്, എല്ലാം നിങ്ങൾ കേൾക്കണം. അതായത് രാഹുലിൻ്റെ എല്ലാ ചരിത്രം, രാഹുലിൻ്റെ ലൈഫ് സ്റ്റോറി എല്ലാം രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ രാഹുലിനെ കുറിച്ച് ഇനിയും കുറേ വീഡിയോ ഇടാനുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഒന്ന് കേട്ട് നോക്കാം. കുറച്ചു കാലം മുമ്പ് നേരിട്ട ഒരു പ്രധാനപ്പെട്ട ആരോപണം രാഹുൽ ഈ 15 ലക്ഷത്തിൻ്റെ കാറിൻ്റെ ഒരു ആരോപണമായിരുന്നു. 15 ആ കാറിന് 28 ലക്ഷം വരെ അവർ മാർക്കറ്റ് വാല്യൂ കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നല്ലതാണ്, ഇപ്പോൾ അങ്ങ് വിൽക്കാമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ കുറച്ച് 20 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാലും വലിയ ലാഭമാണെന്ന് പറഞ്ഞു. രാഹുലിൻ്റെ കാർ തന്നെയല്ലേ? അല്ല, അതെ. ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൽ കാറുണ്ട്. അതിനുശേഷം ഓരോരോ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ കാറ് അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇപ്പോൾ ഈ കാറിൻ്റെ വിവാദം, അതിന് CPM നേതാക്കന്മാർ പോലും വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണല്ലോ അവരിൽ ആരെങ്കിലും ഒരാൾ പോലും അത് ക്യാരി ചെയ്യാത്തത്. ഒരു കാർ എടുക്കുക എന്ന് പറഞ്ഞൊരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയാസമുള്ളൊരു കാര്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് കാറുണ്ട്, എൻ്റെ കുടുംബത്തിൽ കാറുണ്ട്. എൻ്റെ അമ്മ ജെറിക്കറിയാം, ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പം ഇവർ കുറേ കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ലോൺ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനായിട്ടുള്ളത്, ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ ലോൺ കൊടുക്കാൻ മത്സരിക്കുകയാണ്. ഈ ചങ്ങാതിമാർക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ അവരെ പറ്റി തന്നെ ഒന്ന് വിലയിരുത്തണം. കാരണം ആളുകൾക്ക് അങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് ലോൺ വേണോ, കാർ എടുക്കുമെന്ന് ചോദിക്കുന്ന കാലത്ത് ഇവർക്ക് ലോൺ കിട്ടുന്നില്ലെന്ന് ഇവർ പരിതപിച്ചാൽ ഇവരെ പറ്റി തന്നെ ഒന്നുകൂടെ പരിശോധിക്കണം. അപ്പോൾ ഞാനതിൻ്റെ ആദ്യമായിട്ടാണ് ഒരാൾ ഇതിനെപ്പറ്റി, ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നുള്ളതുകൊണ്ട് പറയാം. ഈ കാർ എടുക്കുന്നത് ഇപ്പോൾ ഇന്നലെയോ മെനങ്ങാന്നോ അല്ലെങ്കിൽ ഈ വിവാദം ഉണ്ടാകുന്ന സമയത്തൊന്നുമല്ല. എൻ്റെ കാർ 3 വർഷത്തിന് മുകളിലായി എടുത്തിട്ട്. ഒരു കാര്യം പറയുകയാണ്, കമ്മികൾ രാഹുലിനെ വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അതായത് ഈ പെണ്ണ് കേസ് കൊണ്ടുവരുന്നതിന് മുമ്പ് രാഹുൽ എങ്ങനെ കാറ് വാങ്ങി, അതായിരുന്നു വലിയ വിവാദം. അതായത് രാഹുലിനെ വേട്ടയാടുകയാണ് കമ്മികൾ. വല്ലാത്ത കമ്മികളാണ്. രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അത് കമ്മികൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. VD സതീശൻ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? ഓക്കെ, നമുക്ക് എന്തായാലും രാഹുൽ ബാക്കിയും കൂടി പറയുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആ കാർ എടുക്കുമ്പോൾ, അതിന് ലോൺ കിട്ടുമ്പം അതിൻ്റെ ഗ്യാരണ്ടിയർ കോളത്തിൽ ഒരു പേരുണ്ട്, ബീന എന്നാണ് ആ പേര്. ആ ആൾക്ക് ഗ്യാരണ്ടിയർ കോളത്തിൽ ഒപ്പിടുന്ന ആൾക്ക് ആ ദിവസം 1,05,000 രൂപ ശമ്പളമുണ്ട്. ആ ബീന എന്ന് പറയുന്ന ആൾ എൻ്റെ അമ്മയാണ്, കേന്ദ്ര സർക്കാർ ജീവനക്കാരിയാണ്. അവരതിൻ്റെ നികുതികളെല്ലാം അടയ്ക്കുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ കാറിൻ്റെ EMI അവർ സ്ഥാപിക്കുന്നത് 50,000 രൂപയ്ക്ക് എന്നാണ് തമാശയായിട്ട് പറയുന്നത്. അപ്പോൾ 50,000 രൂപ EMI അടയ്ക്കാൻ ഞാൻ ബെൻസൊന്നുമല്ല എടുത്തത്. എൻ്റെ കാറിനാകെ 14,500 രൂപ മാത്രമാണ് EMI ഉള്ളത്. എന്തായാലും നമ്മുടെ രാഹുലിൻ്റെ അമ്മക്ക് 1,05,000 സാലറിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പണിക്കാരിയാണ് അവർ. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയാണ്. നല്ല വലിയ കുടുംബമാണ് നമ്മുടെ രാഹുലിൻ്റെ. ഒരു കാര്യം കൂടി പറയുകയാണ്, രാഹുലിൻ്റെ അച്ഛന് ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രാഹുലിൻ്റെ അമ്മയാണ് പോറ്റി വളർത്തിയത്. നോക്കൂ, പിണറായി വിജയനും സംഘവും ഈ ഒരു കാറിൻ്റെ വിഷയത്തിൽ എവിടെ നിന്നാണ് കാർ വന്നത് എന്ന്. അതായത് മുമ്പ് പെണ്ണ് കേസ് വരുന്നത് രാഹുലിന്, അത് ഇല്ലാത്തൊരു പെണ്ണ് കേസ് കൊണ്ടുവന്നല്ലോ. അതിന് മുമ്പ് ഈ കാർ എവിടെ നിന്ന് രാഹുൽ എടുത്തു എന്നാണ് പിണറായി ചോദിച്ചത്. നാണമുണ്ടോ പിണറായി? ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വരുമാന മാർഗം രാഷ്ട്രീയ പ്രവർത്തനമല്ല. മറ്റു പലരെയും പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല എൻ്റെ വരുമാന മാർഗം. ഇവർ ഈ സൈബർ ഇടത്തിലൂടെ ഈ തമാശയൊക്കെ പറയുന്ന സമയത്ത്, ഞാനതിനെ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ, പറയുന്ന സമയത്ത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ലൈസൻസ് ഉള്ള എൻ്റെ സ്വന്തം പേരിലുള്ള 3 സ്ഥാപനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. ഇവരൊരു പരാതി, ഒരു വെള്ളക്കടലാസിലൊരു പരാതി ഈ സംസ്ഥാന ഭരണം നടത്തുന്ന ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടല്ലോ ഇതിൻ്റെ കണക്കുകൾ. ആ വരുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അന്വേഷണ സംഘത്തെ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകളും ഇതിൻ്റെ നികുതി അടയ്ക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. എന്താണ് രാഹുലിൻ്റെ 3 സ്ഥാപനം? അത് രാഹുൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, എന്തൊക്കെ അറിയണം കമ്മികൾക്ക്?
എന്താണ് കമ്മികളെ സത്യം പറഞ്ഞാൽ? അതായത് കഴിവുള്ളവർ സ്ഥാപനം തുടങ്ങും, കാർ മേടിക്കും. അതിന് നിങ്ങൾ ചോദ്യം ചെയ്താൽ എങ്ങനെയാണ്? അങ്ങനെ ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ എന്തൊരു വലിയ ബിസിനസ് സംരംഭങ്ങൾ എന്നല്ല, ഒരു ചെറുപ്പക്കാരന് സഹപ്രവർത്തകരോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം നടത്തുവാൻ കഴിയുന്ന, വായ്പയൊക്കെ എടുത്തോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ നടത്തുവാൻ കഴിയുന്ന 3 സംരംഭങ്ങൾ എൻ്റെ കൂടി പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇവർ പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ലൈഫ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് മീറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അത് മീറ്റ് ചെയ്യപ്പെടുവാനായിട്ട് നമുക്കൊരു ഓൺ സോഴ്സ് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ കുറപ്ഷനുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് അവരവർ സ്വയം എക്യുപ്ഡ് ആവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളുടെയും ഒരു ഉത്തരവാദിത്വമാണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെ MLA മാരായിട്ടുള്ള സഹപ്രവർത്തകരുണ്ട്. അപ്പോൾ അതിലൊന്ന് 2 പേര് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവരുടെയൊക്കെ ഈ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ നടക്കുമ്പോൾ MLA എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാൾ പറ്റി അയാളോട് വന്നിട്ട് ഫാമിലി ഫംഗ്ഷനൊക്കെ ചോദിക്കും, വേറെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഈ വേറെ എന്താണ് ചെയ്യുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു സീരിയസ് ചോദ്യമായി, ഒരു സീരിയസ് കൺസേണായി പൊതുസമൂഹം പറയുന്നുണ്ട്. മാത്രമല്ല അത് നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ലൈഫിൻ്റെ ഭാഗമാണ്. നമ്മളൊരു എൻഗേജ്ഡ് ആകുക, അത്തരത്തിലുള്ളൊരു സാമ്പത്തിക സ്രോതസ്സ് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത് പുതിയ കാലത്തൊരു അനിവാര്യതയാണ്. അങ്ങനെയല്ല, അത് രണ്ട് എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ഒരു ജനപ്രതിനിധിയാകുവാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ഒരു അംഗീകാരമാണ്. അത് വേറൊരു തലമാണ്. നമ്മളൊരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ ഒരു വലിയ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ കാണുന്ന ആളുകളുടെ എത്രയോ ഇരട്ടി ആളുകളാണ് ഒരു ചാനൽ സംവാദം കാണുന്നത്. മാത്രമല്ല അതിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. പിന്നെ പുതുതലമുറ ആളുകളിലേക്ക്, ഇപ്പോൾ രാഷ്ട്രീയത്തോട് പൊതുയോഗങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത പുതുതലമുറയിലെ ആളുകൾക്കും നമ്മുടെ ഒരു രാഷ്ട്രീയം പരിചിതമാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു. നേരത്തെ രാഹുൽ വരുന്നതിന് മുൻപ് ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ ഇല്ല. അവരൊക്കെ കാണുമ്പോൾ ഇപ്പോൾ രാഹുലിനോട് എന്താണ് പറയാറ്? നേരത്തെ ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന ഒരുപിടി ആളുകൾ ഇപ്പോൾ നിയമസഭാ സാമാജികരാണ്. നിയമസഭാ സാമാജികരാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തിരക്ക് കോൺസ്റ്റിറ്റ്യുവൻസിൽ വളരെ കൂടുതലാണ്. അപ്പം എനിക്ക് വ്യക്തിപരമായി ബോധ്യമുണ്ട്, നമ്മളൊരു ചാനൽ ഡിസ്കഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരുന്ന തയ്യാറെടുപ്പിൻ്റെ സമയമുണ്ട്. ഇപ്പോൾ ജനങ്ങൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ തയ്യാറെടുത്തിട്ടാണ് ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മളൊരു ചാനൽ ചർച്ച കമ്മിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു പൊതുയോഗം കൂടെ കാണുമ്പോഴത്തേക്കിന് നമുക്കിടെ ഒരു തയ്യാറെടുപ്പ് കുറയും. അപ്പോൾ നമ്മളെ നന്നായി നിരീക്ഷിക്കുന്ന ആളുകൾ വളരെ വിമർശനാത്മകമായി തന്നെ നമ്മളെ വിളിച്ചിട്ട് പറയും, ഇന്ന് ആ തയ്യാറെടുപ്പ് അത്ര പോരായിരുന്നു അല്ലേ ചോദിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നിയമസഭാ സാമാജികരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ സമയം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാറ്റിവെക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തുടക്കം തൊട്ടുള്ള എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കിട്ടുന്ന വലിയ എനോർമസ് ആയിട്ടുള്ള പിന്തുണ. ഇപ്പോൾ നിയമസഭാ സാമാജികരാണെങ്കിലും ഓരോ പർട്ടിക്കുലർ ഇഷ്യൂവിലെ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളാണ്. നല്ല രസകരമല്ലേ രാഹുൽ പറയുന്നത് കേൾക്കാൻ? അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് വെക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. ഇവരെല്ലാവരും ഇപ്പോഴും ഞാൻ സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പം ചില വിഷയങ്ങളൊക്കെ വരുമ്പം അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹം വളരെ ഒരു അധ്യാപകനെ പോലെ ഇങ്ങനെ നിരന്തരമായി പറഞ്ഞു തരും. അതുപോലെ ശ്രീ PC വിഷ്ണുനാഥ് ആയാലും ശരി തന്നെ, അദ്ദേഹമായിട്ടൊക്കെ നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം T സിദ്ദിഖ് അദ്ദേഹം എക്സ്പെർട്ടായിട്ടുള്ള ചില മേഖലകളുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാ ആളുകളോടും. ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കാത്ത ചില ആളുകൾ തന്നെ, ഇപ്പോൾ എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ചാനൽ ചർച്ചകളിൽ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നില്ല എറണാകുളത്തിൻ്റെ MP ശ്രീ ഹൈബീഡനോ അല്ലെങ്കിൽ ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹനാനോ ഒന്നും. പക്ഷേ അവരിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുകയും അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ആളുകൾ, മുൻപ് പങ്കെടുത്തിരുന്ന ആളുകൾ നമുക്കൊരു ഗുരുസ്ഥാനീയരായി ഇപ്പോഴും നമ്മളെ റിസോഴ്സ് വെച്ചിട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. നിലവിൽ പങ്കെടുക്കുന്ന ആളുകൾക്കിടയിൽ ഒരു നല്ല കോംറേഡ്ഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കോമൺ ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കോൺഫറൻസ് കോളുകളിലൂടെയോ അല്ലെങ്കിൽ പരസ്പര ആശയവിനിമയത്തിലൂടെയോ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ തയ്യാറാക്കിയ പരമാവധി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാഹുലിൻ്റെ പഴയ ചർച്ച നോക്കലുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പുറമാണ്, അതായത് ഈ 1 വർഷമായിട്ടാണ് യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്, ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ ഇടപെടാൻ തുടങ്ങിയത്. അപ്പോൾ മുമ്പത്തെ ചർച്ചയൊക്കെ ഞാൻ നോക്കി ഞാൻ ഞെട്ടുകയാണ്. രാഹുൽ തീയാണ് ചർച്ചയിൽ ആർക്കും. അപ്പോൾ ചർച്ച ചെയ്യിക്കുന്നത് ഒന്ന് K സുരേന്ദ്രനാണ് BJPൻ്റെ, മറ്റേ നമ്മുടെ രാഹുൽ മാങ്കൂടത്ത്, പിന്നെ LDFൻ്റെ ആരെങ്കിലും വലിയ ശക്തി. അതായത് 3 ഈ K സുരേന്ദ്രനൊക്കെ രാഹുൽ ഒട്ടിച്ച് വെക്കലുണ്ട്. ഭയങ്കര രസകരമാണ്. നിങ്ങൾ തന്നെ ഫ്രീ ഉണ്ടെങ്കിലേ
ഓൾഡ്, അതായത് പഴയ ചർച്ചയൊക്കെ സെർച്ച് ചെയ്ത് നോക്കൂ, നല്ല രസകരമാകുന്നുണ്ട്. നമ്മൾ കെ സുരേന്ദ്രനൊക്കെ, അപ്പോൾ കെ സുരേന്ദ്രനൊക്കെ ട്രോളി കൊല്ലുന്നുണ്ടെങ്കിലും ആ ഒരു ചർച്ച കേൾക്കാൻ, രാഹുലും സുരേന്ദ്രനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ചർച്ച കേൾക്കാൻ രസകരമാണ്. ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇതെല്ലാം തയ്യാറെടുപ്പുകളാണ് സാധാരണ ഒരു ചർച്ചയ്ക്ക് മുമ്പ്. അങ്ങനെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചർച്ച ഒരു വിഷയമാണല്ലോ. ഒരു വിഷയമാകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അപ്പുറത്തിരിക്കുന്ന ആളാരാണ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ചർച്ചയെന്ന് പറയുന്നത്, സംവാദം എന്ന് പറയുന്നതും അത് നമ്മൾ ഈ ഫുട്ബോൾ മത്സരമൊക്കെ പോലെ ഇപ്പം നമ്മളെ അവർ വിലയിരുത്തുന്ന പോലെ നമുക്കും അറിയാമല്ലോ. ഇപ്പം അപ്പുറത്തിരിക്കുന്ന ഒരാൾ അയാളുടെ ഒരു പോയിൻ്റ് ഓഫ് ആർഗ്യുമെൻറ്റിൻ്റെ ശൈലി എങ്ങനെയാണ്, അയാൾ എന്തൊക്കെയാണ് റേസ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ചിലരുണ്ട് വല്ലാതെ നിയമം പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ സംവാദത്തിന് പോകുന്നതെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട പരമാവധി നിയമപരമായ കാര്യങ്ങൾ സീനിയർ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ നമ്മളെ നന്നായി സഹായിക്കാറുണ്ട്. ഇപ്പോൾ പൂന്തോട്ടം സാറിനെ പോലുള്ള ആളുകളൊക്കെ അത്തരത്തിൽ ലീഗലി നമ്മളെ നന്നായി എൻറിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ മാത്യു കുൽനാടനെ പോലുള്ള ആളുകൾ. അപ്പോൾ അവരിൽ നമ്മളത് പരമാവധി ഗ്രാസ്പ് ചെയ്യും. പിന്നെ ആ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന പരമാവധി ഡോക്യുമെൻറ്റുകൾ നമ്മൾ വാങ്ങും. പിന്നെ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഒന്ന് നോക്കി വയ്ക്കും. കാരണം നമുക്ക് ഊഹിക്കാമല്ലോ എന്തൊക്കെയായിരിക്കും അവർ വരുന്ന ആർഗ്യുമെൻ്റ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഇഷ്യൂവിലൊരു കണക്ഷൻ ഇല്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി വയ്ക്കും. എതിർവശത്ത് ആരുള്ളപ്പോഴാണ് രാഹുൽ ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് നടത്താറുള്ളത്? അതോ പൊതുവായിട്ട് ഒരു തയ്യാറെടുപ്പ്? അല്ല, എതിർവശത്തുള്ള ആളെ നോക്കിയിട്ട് നമ്മളൊരു കൂടുതൽ സമയ തയ്യാറെടുപ്പല്ല. ഇപ്പോൾ വിഷയങ്ങളാണ്. ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു വിഷയം വരുമ്പം ഇന്ന് റേസ് ചെയ്യപ്പെടുന്നൊരു ഇഷ്യൂ, ആ ഇഷ്യൂവിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കാം. കാരണം ആ ഇഷ്യൂവിൽ നമുക്ക് പുതിയതാണ്, നമുക്കതിനെപ്പറ്റി വലിയ ധാരണകളില്ല. അപ്പോൾ പരമാവധി ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം പരമാവധി അതിനെ പറ്റിയിട്ട് ചിലവഴിക്കും. പിന്നെ അതേ ഇഷ്യൂ തന്നെ രണ്ടാമത്തെ ദിവസം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി എളുപ്പമാണ്. ഇതിൻ്റെ പിന്നീടുള്ള അപ്ഡേറ്റ്സ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമുക്കൊരു വല്ലാതെ തയ്യാറെടുപ്പില്ല. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വല്ലാതെ നിയമം പറയുന്ന ചില ആളുകളുണ്ട്, വല്ലാതെ ചരിത്രം പറയുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അപ്പോൾ ആ ആളുകൾ വരുമ്പോൾ ആ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തും. സമയമൊക്കെ ഏതാണ്ടെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്നത് ഒരേപോലെ തന്നെയാണ്. ഈ ചർച്ച കഴിഞ്ഞിട്ട് മുതിർന്ന നേതാക്കൾ സാധാരണ എന്ത് അഭിപ്രായമാണ് പറയാറുള്ളത്? ഞാൻ ചർച്ചകളൊക്കെ തുടങ്ങിയ കാലത്ത് ആദ്യമായി സ്ഥിരമായി വിളിച്ച് അഭിപ്രായം പറയുന്ന രണ്ടാളുകൾ, ഒന്ന് പി ടിയും പിന്നെ ഒന്ന് ആര്യാടൻ സാർ വരുന്നു. പി ടി ഒക്കെയാണ് ആദ്യകാലത്ത് തന്നെ സ്ഥിരമായി വിളിക്കുന്ന. പിന്നെ ആര്യാടൻ സാർ കൃത്യമായിട്ട്. അപ്പോൾ ആര്യാടൻ സാറൊക്കെ പണ്ട് ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം നമ്മളെ കുറേ കൂടെ ഗൈഡ് ചെയ്യും. ആ ആർഗ്യുമെൻറ്റ് പറയാമെന്ന് പറയുമ്പോൾ ഇതുകൂടി ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഗൈഡ് ചെയ്യും. വെറുതെ വിളിച്ചിട്ട് ചർച്ച നന്നായിരുന്നോ മോശമായിരുന്നോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും. എൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം എന്ന് പറയുന്നത് ഒരു ഫോട്ടോ, ഞാനത് തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്നിട്ട് ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പം അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് കാണുന്നൊരു ചിത്രം, നമുക്ക് തരുന്നൊരു സന്തോഷം ഒട്ടും ചെറുതല്ലാത്തൊരു സന്തോഷം. പിന്നെ ഒരു കാര്യം പറയുകയാണ്, ഇത് പഴയതാണോ? ഇപ്പോൾ കുറേ പേര് കമൻ്റ് ഇടുന്നത് പഴയതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് രാഹുലിന് കേസ് ആവുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്. ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇനി ഒരു വീഡിയോ ക്ലിപ്പ്, 2 വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ എത്ര പേര് ഇതുവരെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, നല്ല രസകരമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മൊത്തം ഞാൻ വെച്ച് തരാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അദ്ദേഹം ചെറുപ്പക്കാരെ നന്നായി എൻ്റർടൈൻ ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ പിന്തുണ, രമേശ് ചെന്നിത്തല അതടക്കമുള്ള നമ്മുടെ ടോപ്പ് പ്ലെയർ ലീഡർഷിപ്പ്, KPCC പ്രസിഡന്റ്, അപ്പോൾ അവരെ എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി സാറ്, അപ്പോൾ ഇവരെല്ലാം സീനിയർ ലീഡേഴ്സ് ഇപ്പോഴും സംവാദങ്ങൾ കാണുന്ന, സംവാദത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ വന്ന ആളുകളാണല്ലോ. അപ്പോൾ അവരിപ്പോഴും സംവാദങ്ങളെ വളരെ സീരിയസ് ആയി കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യും. ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് വല്ലപ്പോഴുമൊക്കെ AK ആൻ്റണി സാർ വിളിക്കാറുണ്ട്. AK ആൻ്റണി സാർ വിളിച്ചിട്ട് ചർച്ചകളെ പറ്റിയിട്ട് അഭിപ്രായം പറയാറുണ്ട്. അപ്പം അദ്ദേഹത്തെ പോലെ ഈ പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ വിളിച്ചിട്ട് നമ്മളോട് അഭിപ്രായം പറയുമ്പം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ആണല്ലോ, ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണല്ലോ. സാക്ഷാൽ രാഹുൽ ഗാന്ധിയുമായിട്ട് എന്തെങ്കിലും ഈ ചർച്ചകളോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സംവദിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ രാഹുൽ ഗാന്ധി റെക്കഗ്നൈസ് ചെയ്യുന്ന ലീഡർഷിപ്പ് കാറ്റഗറിയിലുള്ള ഒരാളല്ല ഞാൻ. ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയുന്നത് ഒരു 3-4 തവണ കണ്ടിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഭാരത് ജോഡോ യാത്രയിൽ എല്ലാ സംസ്ഥാന പദയാത്രികർക്കും പല സമയത്തായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പം എന്നെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് എത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ VT ബൽറാമും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ വന്നിട്ട് ഇദ്ദേഹം നമ്മുടെ ഒരു ഡിബേറ്റിംഗ് പോകുന്ന ഡിബേറ്ററാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി എന്നോട് ഇങ്ങനെ ഡിബേറ്റിനെ പറ്റി തന്നെ ചോദിച്ചു, എന്താണ് ഡിബേറ്റ് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ എല്ലാ ആനുകാലിക വിഷയങ്ങളും ഇങ്ങനെ ഡിബേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ലേറ്റസ്റ്റ് ഡിബേറ്റ് എന്താണെന്ന് ചോദിച്ചു.
അപ്പോൾ അതിൻ്റെ തൊട്ട് തലേ ദിവസം ഉണ്ടായിരുന്ന ചർച്ച എന്ന് പറയുന്നത് ചാനൽ ഞാൻ ഓർക്കുന്നില്ല, ഭാരത് ജോഡോ യാത്രയെ പറ്റി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു വാട്ട് വെയർ ദ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞു വാട്ട് വെയർ യുവർ ആർഗ്യുമെൻറ്റ്സ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞു. ഓക്കെ ഇവിടുന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 13-14 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു നല്ല ഇൻട്രാക്ഷൻ നമുക്ക് നന്നായി ഓർമ്മിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് ചെയ്യുന്ന വിഷയത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിനുള്ളൊരു അറിവ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മൈക്രോ ആയിട്ടുള്ളൊരു സബ്ജക്റ്റിലായിരിക്കും റിസർച്ച്. എന്തായാലും നമ്മുടെ രാഹുൽ എത്രയോ വലിയൊരു ആളാവേണ്ട ഒരാളായിരുന്നു. CPM-ൻ്റെ ഇറിണിയൊക്കെ കാരണമാണ് പാവം നമ്മുടെ രാഹുൽ പെട്ടതൊക്കെ. പക്ഷേ രാഹുൽ കേസിൽ നിന്ന് ഊരി വരും, കുറച്ച് സമയമെടുക്കും. സീറ്റ് കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിന് സീറ്റ് കൊടുക്കണമെന്നാണ് എല്ലാ മുതിർന്ന നേതാക്കളും പറയുന്നതൊക്കെ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവരാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ചിലർ കെ മുരളീധരനെ പോലുള്ള ചില കോൺഗ്രസിൻ്റെ നേതാക്കൾ, രമേശ് ചെന്നിത്തലയൊക്കെ എതിർപ്പാണ്. ഓക്കെ, ഈ VD സതീശന് പിന്നിൽ രാഹുലിന് സപ്പോർട്ടുണ്ട്, മുമ്പിലില്ല. അപ്പോൾ ഇതിനൊക്കെ ചേർത്ത് രാഹുലിന് സീറ്റ് കൊടുക്കുമോ? ഫൈനലായിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് അത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഓക്കെ, ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ രാഹുൽ എങ്ങനെയെങ്കിലും, അതായത് സ്വതന്ത്രനായെങ്കിലും, സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രനായെങ്കിലും മത്സരിച്ച് വലിയൊരു ആളാവണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് പലപ്പോഴും എല്ലാവരുടെയും സബ്ജക്റ്റ് അവരവരുടെ എക്സ്ക്ലൂസീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യുന്ന സബ്ജക്റ്റിനകത്തും അദ്ദേഹത്തിന് ചോദിക്കുവാൻ ചില ചോദ്യങ്ങളും അദ്ദേഹത്തിന് നടത്തുവാൻ ചില റിമാർക്സും ഉണ്ട്. അപ്പം നന്നായി സ്റ്റഡീഡാണ് അദ്ദേഹം, നന്നായി പുസ്തകം വായിക്കുന്ന, നന്നായി സ്റ്റഡീഡായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അറിവിൻ്റെ ഒരു ആഴം. കാരണം അല്ലെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്യുന്നൊരു സബ്ജക്റ്റ്, എൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്, അതിനകത്തൊരു ചെറിയ ടോപ്പിക്കാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. ആ ടോപ്പിക്കിനകത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില റിമാർക്സും ചില ചോദ്യങ്ങളും ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അറിവിനെ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് സിനിമാക്കാരോ അങ്ങനെ അവരാരെങ്കിലും രാഹുലുമായിട്ട് എങ്ങനെ മമ്മൂക്കയായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്? ചുരുക്കം ചില സിനിമാ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ പിഷാരടിയെ പോലുള്ള ആളുകൾ, പിന്നെ അതുവഴി ആൻഡോ ജോസഫിനെ പോലുള്ള ആളുകൾ. അപ്പോൾ മമ്മൂക്ക എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാനത് ആൻഡോ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ആൻഡോ ചേട്ടനോട് പറഞ്ഞപ്പം മമ്മൂക്കയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്കയെ കാണാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പുള്ളി വളരെ കാഷ്വലായിട്ട് ഇങ്ങോട്ട് കൂട്ടത്തിലുള്ള ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു കമൻ്റ് അടിച്ചു. അപ്പം അദ്ദേഹം ചർച്ചകൾ കാണുന്ന ഒരാളാണ്. എൻ്റേതെന്നല്ല, എല്ലാവരുടെയും ചർച്ചകൾ കാണുകയും എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവുകയും വളരെ സരസമായിട്ട് തന്നെ. ഞങ്ങളന്ന് PC വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു, ഷാഫി പറമ്പിൽ MLA ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോകുമ്പോൾ വളരെ മനോഹരമായൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. അതിനുശേഷം പലകുറി അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും ഒക്കെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ ആ സിനിമകളെ പറ്റിയുള്ള അഭിപ്രായം വാട്സപ്പിൽ അയക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ രാഹുൽ. ഇനിയുമുണ്ട് കുറേ, ഞാൻ വെക്കുന്നില്ല. ഇനി വേണ്ട, ഇനി വേണമെങ്കിൽ ഇതിൻ്റെ രണ്ടാം പാർട്ട് വേണമെങ്കിൽ ഇനിയും വെക്കുന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ഇതിൻ്റെ രണ്ടാം പാർട്ട് വേണമെങ്കിൽ ആരെങ്കിലും ഒരാൾ കമൻ്റ് ഇടും. കമൻ്റ് ഇട്ടാൽ ഞാൻ ഉറപ്പായിട്ട്, ഒരാളിട്ടാൽ, അതായത് നമ്മുടെ വീഡിയോ ഒരാൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വീഡിയോ ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെടണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ രണ്ടാം പാർട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ രണ്ടാം പാർട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഹുലിന് എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ പേഴ്സണലി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നല്ല മനുഷ്യനാണ് ഇദ്ദേഹം. ഒരൊറ്റ വർഷം കൊണ്ട് പാലക്കാടിനെ വികസിപ്പിച്ചെടുത്തതാണ്. പക്ഷേ എന്ത് പറയാനാണ്, അതായത് പ്രണയത്തിൽ ഇദ്ദേഹം വീണു. പക്ഷേ കെണിയാലെ ഒരു പെണ്ണ് ഇദ്ദേഹത്തെ വന്ന് പ്രണയിച്ചു എന്ന് പാവം ഈ മനുഷ്യന് വിചാരിച്ചിട്ടില്ല. ചതിക്കാൻ വേണ്ടിയാണ് എന്നെ പ്രണയിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടില്ല. വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം മറച്ചു വെച്ച് പ്രണയിച്ചതാണെന്ന് പറഞ്ഞ് നമ്മുടെ രാഹുൽ വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ രാഹുൽ പെട്ടതാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ രാഹുൽ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.